ഹായ് ഗായ്സ്. ഹായ്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ എങ്ങോട്ടാണ് മോളെ പോണത്? അതെ, മക്കുവിൻ്റെ പപ്പനെ എടുക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോവുകയാണ്. അപ്പോൾ സെല്ലു വരികയാണ് കുറേ കാലത്തിന് ശേഷം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയാലോ? യെസ്. മൽക്ക എക്സൈറ്റഡ് ആണോ? മക്കു പപ്പനെ കാണാൻ തോന്നുന്നുണ്ടോ? എന്നാ പറ, പപ്പനെ എടുക്കാൻ പോവാ പറ. ആര്? ഓക്കെ. എടുക്കാൻ പോവാണോ? പഠിപ്പിച്ചെന്ന് മക്കുനി പാട്ട് ആര്? എവിടേക്കാ പോണത്? സെല്ലുന്റെ അടുത്തേക്കാ? ആരാ പറഞ്ഞത് സെല്ലുന്റെ അടുത്തേക്കാന്ന്? അന്നെ പറ്റിച്ചതാ. സെല്ലെന്താ കൊണ്ടുവരിക മക്കുനെ? ദീദിക്ക് തരുവോ ചോക്ലേറ്റ്? ദീദിക്ക് ചിക്കനോ? ചിക്കൻ വന്ന് കുട്ടിക്ക് ചിക്കൻ ഇല്ലാതെ പറ്റൂല. ഗൾഫിൽ നിന്ന് പപ്പ ചിക്കനാണ് അത്ര കൊണ്ടുവരുന്നത്. മക്കൂനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മക്കൂന് സെല്ലു 6 മന്തിന് ശേഷമാണ് വീണ്ടും കാണാൻ വരുന്നത് മക്കു. അപ്പൊ 6 മന്തിന് ശേഷം സെല്ലു വീണ്ടും വരികയാണ്. എക്സൈറ്റഡ് ആണോ മക്കു? ഞാൻ എക്സൈറ്റഡ് ഒന്നുമല്ല, മക്കു എക്സൈറ്റഡ് ആണെന്ന് പറയുന്നത്. ഓ, എന്റെ മുഖത്തുണ്ട് എക്സൈറ്റഡ് ആണോ അല്ല എന്നുള്ളത്. സോ നമ്മള് പോവല്ലേ മോളെ? BM ഒക്കെ പറ്റുള്ളൂ. എയർപോർട്ട് കണ്ടാ? അങ്ങനെ ദേ നമ്മൾ എയർപോർട്ട് എത്തി. എല്ലാവരും സെല്ലുവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ മക്കുവാണ് സൂപ്പർ എക്സൈറ്റഡ്. അവൾ ഫ്ലവറൊക്കെ പിടിച്ച് കുറേ നേരമായിട്ട് പപ്പ എവിടെയെന്ന് ചോദിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. ഫൈനലി ദേ അവളുടെ പപ്പ വന്നു. അവളുടെ പപ്പയുടെ ഫേസിലും ഒരുപാട് എക്സ്പ്രഷൻസ് ആയിരുന്നു. കാരണം മക്കുവിനെ ഒരു 6 മാസത്തിന് ശേഷം കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, പിന്നെ അവരുടെ ഹാപ്പിനെസ്സും സ്നേഹപ്രകടനങ്ങളൊക്കെ കുറച്ച് നേരം നീണ്ടങ്ങ് നിന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ലഗേജൊക്കെ ആയിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അതിനുശേഷം പിന്നെ ദേ എൻ്റെ ഡാഡിനൊക്കെ കണ്ട് സെല്ലു മീറ്റ് ചെയ്തു. പിന്നെ മക്കുവിൻ്റെ ഫേസിൽ പറയേണ്ട കാര്യമില്ല, ഹാപ്പിനെസ് അങ്ങ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ തമ്മിലുള്ള ബോണ്ടിങ് തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ലഗേജൊക്കെ നമ്മൾ എടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പപ്പ എന്നാ എന്നിട്ട് എന്താ പപ്പക്ക് കൊടുത്തത്? പപ്പക്ക് എന്താ കൊടുത്തത്? ഫ്ലവറോ? അങ്ങനെ മോളുടെയും പപ്പയുടെയും സ്നേഹപ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിതേ നേരെ വീട്ടിലോട്ട് എത്തിയതും നമ്മൾ പിന്നെ വിചാരിച്ചു ലഞ്ചൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഉമ്മയുടെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു. എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം നമ്മുടെ മക്കൂസ് സ്കേറ്ററും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു അവൾ കൊണ്ടുവരുന്നു. അതൊക്കെ അൺബോക്സ് ചെയ്ത് അവളുടെ ഹാപ്പിനെസ് അങ്ങ് കാണിക്കാൻ തുടങ്ങി. സ്കേറ്ററിൽ തന്നെ ആയിരുന്നു പിന്നെ ഫുൾ ടൈം അവളുടെ കളി. പിന്നെ ഒരു ബബിൾസിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, എന്താണ് അതിൻ്റെ പേര് പറയാമെന്ന് എനിക്കറിയില്ല. അതിലും പിന്നെ അവൾക്കൊരു ഡോളും കാര്യങ്ങളും എല്ലാം എടുത്ത് അവൾ കളിക്കും. അപ്പം ഇന്ന് നല്ലൊരു ഹാപ്പി ഡേ തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ ബായ്.